ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരുപാട് പോസ്റ്റുകളായി കാണുന്നു. ദീപക് എന്ന വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഒരിക്കലും അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല. പകരം ഇനിയൊരിക്കലും ഒരു സ്ത്രീയും ഒരു പുരുഷന് നേരെയും ശബ്ദമുയർത്താതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് എല്ലാ പോസ്റ്റുകളുടെയും ഉള്ളടക്കം. ഞാൻ കണ്ട എല്ലാ പോസ്റ്റുകളും ഇട്ടിരിക്കുന്നത് ലേഡീസ് തന്നെയാണ്. 101% ഞാൻ എന്ന വ്യക്തി ദീപകിന് വേണ്ടി സംസാരിക്കും. അതിൻ്റെ അർത്ഥം ഞാൻ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നു എന്നല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, 2 ആൺമക്കളുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്. നമ്മുടെ വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ചെയ്യാത്ത തെറ്റിന് തലകുനിച്ച് നിൽക്കാതിരിക്കണമെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ പ്രതികരിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ നിരപരാധികളായ പല മനുഷ്യരെയും ഈ സമൂഹം കഴുകനെ പോലെ കൊത്തിവലിക്കും. ഇന്ന് ഈ ഭൂമിയിലില്ലാത്ത ആ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും ഒരാളും പറഞ്ഞിട്ടില്ല ഇനിയൊരിക്കലും ഒരു സ്ത്രീയും പുരുഷന് നേരെ ശബ്ദമുയർത്തരുത് എന്ന്. പ്രതികരിക്കേണ്ടത് മാന്യമായ രീതിയിലാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റീച്ച് കിട്ടാൻ വേണ്ടിയാവരുത്. പൊതുസ്ഥലമായാലും അല്ലെങ്കിലും സെക്ഷൽ അബ്യൂസ് നടക്കുന്നുണ്ട്, താൻ സേഫ് സോണിൽ അല്ല എന്ന് ഒരു സ്ത്രീക്ക് തോന്നിയാൽ പ്രതികരിക്കണം, ശക്തമായി തന്നെ പ്രതികരിക്കണം. ആ സ്ത്രീക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും പറയായിരുന്നു, അല്ലെങ്കിൽ കണ്ടക്ടർ എടുത്ത് പറയായിരുന്നു, അതുമല്ലെങ്കിൽ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയായിരുന്നു. ഇതൊന്നും അവർ ചെയ്തില്ല. പിന്നെ അവർ വീഡിയോ എടുക്കുന്നത്. തന്നോട് ഒരാൾ മോശമായി പെരുമാറിയാൽ സംസാരിച്ചാൽ അത് വീഡിയോ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അതൊരിക്കലും നല്ല വൃത്തിക്ക് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീച്ച് കിട്ടാൻ വേണ്ടി ആവരുത്. സ്വയരക്ഷയ്ക്കും ആ വ്യക്തിക്ക് ഇങ്ങനെയൊരു മുഖം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയായിരിക്കണം. നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മോശമായി പെരുമാറുന്നവനോട് ഒരു ദയയും കാണിക്കാതെ ശക്തമായി തന്നെ പ്രതികരിക്കണം എന്ന്. അതോടൊപ്പം അതൊരിക്കലും സ്വന്തം ലാഭത്തിന് വേണ്ടി ആവരുത് എന്നും പറഞ്ഞു കൊടുക്കണം. സോഷ്യൽ മീഡിയ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അനന്തരഫലം ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തായിരിക്കും. ഇരുതല മൂർച്ചയുള്ള വാളാണ് സോഷ്യൽ മീഡിയ. അതിൻ്റെ ഒരു തലയേറ്റ് പൊലിഞ്ഞു പോയത് നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ ജീവനാണെങ്കിൽ മറുതലയേറ്റപ്പോൾ ചോദ്യചിഹ്നമായത് അതിന് കാരണക്കാരിയായവളുടെ ജീവിതമാണ്. ദിവസങ്ങൾ കഴിയുമ്പോൾ ഒഴുക്കിനൊപ്പം നീന്തുന്നത് പോലെ പുതിയ വാർത്തകൾക്കും ട്രെൻഡിനും ഒപ്പം നമ്മളും പോകും. ദീപകിനെയും ഈ സ്ത്രീയെയും ഞാനും നിങ്ങളും മറക്കും. പക്ഷേ കാലം മറക്കില്ല. കൃത്യമായ ഇടവേളകളിൽ കാലം ഇങ്ങനെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, നീയൊരു കൊലപാതകിയാണ് എന്ന്. മരണം വരെയും അല്ലെങ്കിൽ മരണത്തിന് ശേഷവും ഈ സമൂഹം ചാർത്തിക്കൊടുത്ത കൊലപാതകി എന്ന പട്ടവും പേറി ജീവിക്കേണ്ടവൾ. ഇതാണ് കാലം കാത്തുവെച്ച കാവ്യനീതി. പാഷാണത്തിലെ കൃമി എന്ന് പറയുന്നത് പോലെ ഇതൊരവസരമാണ് എന്ന് ഏതെങ്കിലും പുരുഷകേസരികളായ മഹാത്മാക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്ക്. ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇനിയും വീഡിയോകൾ എടുക്കപ്പെടും, ഒട്ടും ഭയപ്പെടാതെ തന്നെ. ഒരു സ്ത്രീ ചെയ്ത തെറ്റിന് ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? ഞങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ മഹാനായ നിങ്ങൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയാണെന്ന് ചുറ്റുമുള്ളവർ തിരിച്ചറിയാൻ, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ മകളും സുരക്ഷിതരല്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവാൻ ഇനിയും വീഡിയോകൾ എടുത്തേ മതിയാവൂ.